TG സുഡാപ്പിയാണോ? ഞാൻ സുഡാപ്പിയാണ്. AP അഹമ്മദ് അയാള് സുഡാപ്പിയാണ്, തക്കിയാണെന്ന് ഇന്നലെ ഒരു വിവരദോഷി ഒരുത്തൻ ബഹ്റൈനിൽ നിന്നൊരുത്തൻ അയാൾ ഇടക്കിടക്ക് ABC ഇനി അവധാനതയോടുകൂടിയാണ് ട്രാക്ക് മാറുന്നത്. ഏത് മാധ്യമപ്രവർത്തനത്തിനെ പറ്റി ഒരു വിവരം ഇല്ലാത്തൊരുത്തനാണ് ഇയാള്. ഈ താല്പര്യങ്ങളാണ് കിടന്ന് കളിക്കുന്നത്. ഇത് മുക്രയിട്ടിട്ടും അത്തരം ചാനലുകളൊന്നും ഒരു സ്ഥലത്തും എത്തുന്നില്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു തരം ആളുകൾ മാത്രം അതിൽ യൂണിഫോം ഇട്ട പോലെയായത്, യൂണിഫോം ഇട്ട ആളുകൾ മാത്രം പങ്കെടുക്കുക. ABSൽ നമ്മൾ അങ്ങനെയല്ല, എല്ലാവർക്കും ഇവിടെ വരാം, എല്ലാവർക്കും സംസാരിക്കാം. അതെ, ഏത് സംഘടനയും ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ സ്വാഗതം ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ സാറിനായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമ്മളൊരു വിഷയമായി സംസാരിക്കുമ്പോൾ ഇന്നത് എന്ന് പറഞ്ഞൊരു ക്രോസ് ലിമിറ്റ് ഇല്ല. നമുക്ക് എന്ത് വിഷയവും തുറന്ന് സംസാരിക്കാം. പക്ഷേ സഭ്യതയുടെ അതിരുകൾ നമ്മൾ ലംഘിക്കാറില്ല, അനാവശ്യമായ വർഗീയതയുടെ ചായ്വിലേക്ക് പോകാറില്ല. അപ്പോൾ അങ്ങനെ പോകാതിരിക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക്, അതായത് മുസ്ലിം നാമധാരിയാണ് ഒരാൾ എന്നുള്ളത് കൊണ്ട് ABSൽ വിളിക്കാൻ പാടില്ല എന്നാണ് ഈ ചില ആളുകളെ എന്ന് പറഞ്ഞാൽ. ഇത് ഒരു തരം പച്ചവർഗീയവാദവും വർഗീയവാദത്തിന് പല നിറമൊക്കെ ഉണ്ടാവും. ഇപ്പൊ AP അഹമ്മദ് നല്ല മനുഷ്യത്വം ഉള്ള ഒരാളായിട്ടാണ് നമുക്കറിയുന്നത്. നല്ല വിവരമുള്ള ഒരാളാണ്, നല്ല പ്രഭാഷകനാണ്. അദ്ദേഹം സുഡാപ്പിയാണ്, അദ്ദേഹം കാട്ടിക്കൂട്ടുന്നതൊക്കെ തക്കിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വന്നിട്ട് ഈ പലതവണയായി പോസ്റ്റ് ഞാൻ കാണുന്നു. എന്തിനാണ് നമ്മള് ഇല്ലേ ശ്രീകാലന്മാർ ഒരിടട്ടെ, സാർത്ഥവാഹക സംഘം മുന്നോട്ട് എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ കുറുക്കന്മാരിങ്ങനെ നിലവിളിച്ചോട്ടെ എന്നാണ് ഞാനും കരുതിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.